ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണമെന്ന് മനുഷ്യരാഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. പണ്ട് വലിയ കുടുംബങ്ങളുടെ കഥ പറഞ്ഞ ലോകത്ത് ഇന്ന് അണുകുടുംബങ്ങളെക്കുറിച്ച് മനുഷ്യൻ സംസാരിക്കുന്ന അവസ്ഥയുമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എങ്ങനെയുള്ള കുടുംബമെന്ന് ഒന്ന് പരിശോധിക്കുവാൻ നമുക്ക് ഒന്ന് സാധിക്കട്ടെ. വീട് പല വിധത്തിൽ നമുക്ക് പണിയാം. വീട് എന്ന് പറഞ്ഞാൽ തന്നെ വിട്ടുപോകേണ്ട സ്ഥലം എന്നാണ് അർത്ഥം. ഭവനം എന്ന് പറഞ്ഞാൽ മംഗളങ്ങൾ സംഭവിക്കുന്ന സ്ഥലം. അപ്പം വിട്ടുപോകേണ്ട വസതി, മംഗളകാര്യങ്ങൾ സംഭവിക്കേണ്ട സ്ഥലം, ഇതൊക്കെയാണ് വീട്, കുടുംബം. അപ്പം നമ്മുടെ വീട്, ഇപ്പോൾ വചനം ശ്രവിക്കുന്ന എൻ്റെ വീട് എങ്ങനെയുള്ള വീട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. താജ്മഹൽ കാണാൻ അതിസുന്ദരമാണ്. പുറത്തു നോക്കിയാൽ ഭാഗ്യമായ എല്ലാ ഭംഗിയുമുണ്ട്. ഇത്രയും ഭംഗിയുള്ള താജ്മഹലിൻ്റെ അകത്ത് എന്നാണ് കാണുന്നത് 2 ശവകുടീരങ്ങൾ, ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും. ചില വീടുകളും ഇങ്ങനെയാണ്. ഭയങ്കരം വീട് പണിതിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗി, പക്ഷെ അകത്ത് 2 ശവങ്ങൾ, ഭർത്താവും ഭാര്യയും കുത്തിയിരിക്കുന്നു 2 കല്ലറയ്ക്കകത്ത്. വളരെ നല്ലതെന്ന് കരുതിയ വീടുകളിൽ ചെല്ലുമ്പോഴാണ് സംസാരമേ ഇല്ല. ഭാര്യ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് SMS, കാപ്പി റെഡിയായി, കഴിച്ചിട്ട് പോക്കൂ. ഭർത്താവ് അത് കണ്ടേച്ച് പോയി കഴിക്കുന്നു. അവൻ്റെ SMS കഴിച്ചു കഴിഞ്ഞു, പാത്രം കഴുകി വെച്ചേരെ. താജ്മഹലാണ്. വീട് ഉഗ്രം കെട്ടിടമാണ്. 2 പേരും വലിയ ഉദ്യോഗസ്ഥരുമാണ്. തമ്മിൽ ഒരു ധാരണയില്ല, തമ്മിൽ ഒരു സ്നേഹമില്ല. ആ വീടിനെ വിളിക്കുന്നു താജ്മഹൽ. പക്ഷെ പുറത്തേ സൗന്ദര്യമുള്ളൂ, അകത്തൊന്നുമില്ല. ഒരു ജീവിതമേ ഉള്ളൂ നമുക്ക്. അത് ഇവിടെ നരകമാണോ, ഇതിന് ശേഷവും നരകമാണ്. ഇവിടെ സ്വർഗമാണോ, ഇതിന് ശേഷവും സ്വർഗമാണ്. ഒരുത്തൻ ഭാര്യയോട് എന്നും വഴക്കുണ്ടാക്കി ഭൂമിയിൽ നരകം പണിത കെട്ടിയവൻ അവസാനം മരിച്ച് നരകത്തിൽ തന്നെ ചെന്നു. ലൂസിഫർ ഒരു പ്രത്യേക മുറിയും കൊടുത്തു. 15 ദിവസം കഴിഞ്ഞ് വലിയൊരു ആഗ്രഹം, ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം കേൾക്കണം. ഇയാൾ ഫോൺ ആവശ്യപ്പെട്ട് പ്രത്യേക ഫോണും കൊടുത്തു. ഫോണിലൂടെ ഭാര്യയുമായി സംസാരിച്ച് അറിയാതെ 45 മിനിറ്റ് കഴിഞ്ഞു പോയി. എന്തു തുകയാവും? ഫോൺ കൊടുത്തിട്ട് ചോദിച്ചു, അല്പം കൂടിപ്പോയി, ക്ഷമിക്കണം, വലിയ തുകയായോ? ലൂസിഫർ പറഞ്ഞു, പൈസയൊന്നും വേണ്ട. അതെന്താ? നരകത്തിൽ നിന്ന് നരകത്തിലോട്ട് ലോക്കൽ കോളാണ്, അതിന് പൈസയുടെ ആവശ്യമില്ല. ഭൂമിയിലെ വീട് പോലാണ് നിത്യതയിലെ ജീവിതം എന്നൊക്കെ പറയുക. ഇപ്പം നമ്മുടെ വീട് എങ്ങനെയുള്ള വീടാണ്? നമുക്ക് 2 വിധത്തിൽ നമ്മുടെ വീട് പണിയാം. 1 സിയോൻ മാളിക പോലെ, 2 ബാബേൽ ഗോപുരം പോലെ. ബാബേൽ ഗോപുരം ഉൽപ്പത്തി 11-ലാണ്. അവിടെ ഭാഷകൾ ചിതറിപ്പോയി. ഒരേ ഭാഷയാണ്, പക്ഷെ ചിതറിപ്പോയി. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് വീട്ടിൽ താമസിക്കുന്നു, ഒരുമിച്ച് ശരീരം പങ്കുവെക്കുന്നു, മനസ്സ് പങ്കുവെക്കുന്നു, സ്വപ്നങ്ങൾ പങ്കുവെക്കണം, അതിനുവേണ്ടി വന്നതാ. പക്ഷേ ഭർത്താവിന് എന്നാ പറഞ്ഞാലും ഭാര്യയ്ക്ക് സുഖിക്കുന്നില്ല, ഭാര്യ എന്തു പറഞ്ഞാലും ഭർത്താവിന് സുഖിക്കുന്നില്ല. ബാബേൽ ഗോപുരം. കല്യാണം കഴിഞ്ഞിട്ടും അപ്പനെയും അമ്മയും പിന്നെയും ആശ്രയിക്കുക, ആങ്ങളമാരെയും സഹോദരിമാരെയും ആശ്രയിക്കുക. എന്തു വന്നാലും എൻ്റെ വീട്ടുകാർ, അങ്ങനെ പറയുന്നവൾ വീട് ബാബേൽ ഗോപുരമാക്കുന്നവളാണ്. അതുപോലെ ഭർത്താവും എന്തു വന്നാലും ഞാനും എൻ്റെ പെങ്ങന്മാരും ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാകണം, ഞാനും എൻ്റെ അമ്മയും ഇങ്ങനെയാണ്, അമ്മയ്ക്കാണ് സ്ഥാനം, നിനക്ക് സ്ഥാനമൊന്നുമില്ല, അങ്ങനെ പറയുന്നവൻ ബാബേൽ ഗോപുരം പണിയുന്നവനാണ്. വീട് ബാബേൽ ഗോപുരം ആകരുത്, ഭാഷ ചെതറിപ്പോകരുത്. ഇനിമേൽ നമ്മൾ 2 അല്ല 1 ആണ്. അതാണ് വിവാഹത്തിൻ്റെ വാഗ്ദാനം. ഇനിമേൽ 2 അല്ല 1 ആണ്. ആ വാഗ്ദാനത്തിലൂടെ കടന്നു പോവുക. അപ്പോൾ വിവാഹത്തിലേക്ക് ആ ചിന്ത വേണം. ഇല്ലെങ്കിലോ വീട് ബാബേൽ ഗോപുരം, ഭാഷ ചെതറുന്ന ബാബേൽ ഗോപുരം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സിയോൻ മാളിക, പല ഭാഷയും പല ദേശവുമാണ്, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. ഇതാണ് സിയോൻ മാളിക. പല ഭാഷയും ഒന്നും എല്ലാവാ, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. വർഷം എത്ര കഴിഞ്ഞാലും പ്രായമായ അപ്പനും അമ്മയും പറയുന്ന ഭാഷ മോന് മനസ്സിലാവണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭാര്യ പറയുന്ന ഭാഷ മാത്രം മതി,
അപ്പൻ്റെ ഭാഷ വേണ്ട, അമ്മയുടെ ഭാഷ വേണ്ട, അത് ശരിയല്ല. കല്യാണം കഴിഞ്ഞ് വന്നാലും ആങ്ങളമാരുടെ ഉപദേശത്തിൻ്റെ ഭാഷ, അമ്മ ഫോണിൽ കൂടെ തരുന്ന ഭാഷ, സഹോദരിമാർ ഉപദേശിക്കുന്ന ടെലിഫോണിലെ ഭാഷ, അതുപോലെ ഭർത്താവിന് വീട്ടിലൊരു ഭാഷയുണ്ട്. ആ ഭാഷയോട് ഭാര്യ രമ്യതപ്പെടാൻ പഠിക്കണം. അതല്ലേ കുടുംബജീവിതം എന്ന് പറയുക. രണ്ട് വീട്ടിൽ നിന്ന് വന്നു, രണ്ട് സംസ്കാരത്തിൽ നിന്ന് വന്നു, രണ്ട് കാഴ്ചപ്പാടിൽ നിന്ന് വന്നു. പക്ഷെ ഇനിമേൽ രണ്ടല്ല ഒന്നാണ്. ഇതാണ് സിയോൻ മാളിക. നമ്മുടെ വീട് ബാബേൽ ഗോപുരം പോലെ ഒരു പെരയ്ക്കകത്ത് താമസിച്ചിട്ട് ചിതറിയ ചിന്തകളും ചിതറിയ ഭാഷയുമുള്ള ബാബേൽ ഗോപുരമാണോ? അതോ ഒരേ ഭാഷയിൽ, ഒരേ രീതിയിൽ, ഒരേ മനസ്സിൽ പരസ്പരം മനസ്സിലാക്കുന്ന സിയോൻ മാളികയാണോ? ആക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെയൊക്കെ വീടിന്ന് പല വിധത്തിലായി പോവാം. ഏത് വിധം വീടാണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഏതെല്ലാം ടൈപ്പ് വീടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ലഹരിക്ക് ഊന്നൽ കൊടുക്കുന്ന കുടുംബമുണ്ട്. പുതിയ വർഷത്തിൽ ഒരു പുതിയ തീരുമാനം. ഗലാത്യർ 5:21 മദ്യപാനി സ്വർഗരാജ്യത്തിന് അവകാശിയല്ല. ഏശയ്യ 5:11 നിൻ്റെ വീട്ടിൽ നീ വിരുന്നുകാരെ സൽക്കരിക്കുവാൻ ലഹരി വിളമ്പുമ്പോൾ വിരുന്നിൻ്റെ കർത്താവ് നിൻ്റെ വീടിനോട് യാത്ര പറയും. ഇപ്പം ലഹരി വിളമ്പുന്ന ഒരു വീടാണ്, മദ്യത്തിന് ആധിപത്യം കൊടുക്കുന്ന വീടാണ്. സങ്കടം തോന്നും. ചില കല്യാണ സദ്യ കഴിയുമ്പോൾ എത്ര കുപ്പികളാണ് പെറുക്കിയെടുക്കാനായിട്ട്, എത്ര കുപ്പിയാണ് പൊട്ടിക്കുക. വീടിനകത്തൊരു ബാർ. ഏത് നിയമം വന്നാലും എന്ത് നിശ്ചയം വന്നാലും ലഹരിക്ക് അടിമപ്പെട്ട ജീവിതങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ജീവിതങ്ങൾ അത് കുടുംബത്തെ നരകമാക്കി മാറ്റുന്നു. ഒരിക്കലും ഒമാനിൽ ധ്യാനിപ്പിച്ചപ്പോൾ കണ്ടു, ഒരു മനുഷ്യൻ ബാത്റൂം വരുന്ന ലോഷൻ വെള്ളം ചേർത്ത് കുലുക്കി കുടിക്കുന്നു. അതിനും പൂസാകാൻ പറ്റും, ലഹരി തരാൻ പറ്റുമെന്നാണ് പറയുക. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അപ്പം വീട് മദ്യഷാപ്പുകളാണോ, ലഹരി വിളമ്പുന്ന കുടുംബങ്ങളാണോ? അപ്പം അങ്ങനെയുള്ള കുടുംബത്തിൽ മക്കൾക്ക് അനുഗ്രഹക്കുറവുണ്ട്, ജീവിക്കുന്ന വ്യക്തികൾക്ക് അനുഗ്രഹക്കുറവുണ്ട്. ചില കുടുംബങ്ങൾ ലഹരിക്കടകളായി, മദ്യഷാപ്പുകളായി അധപ്പതിക്കുന്നു. വേറെ ചില കുടുംബത്തിൽ സമ്പത്ത് വീതം വെച്ച് പോകാതിരിക്കാൻ ഉദരത്തിലെ കുഞ്ഞിനെ കൊത്തി നുറുക്കുന്ന, ഭ്രൂണഹത്യ നടത്തുന്ന കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്. ചില കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. സ്വത്ത് ചെതറാതിരിക്കാൻ അറിയാതെ വന്ന അതിഥിയെ വയറ്റിൽ നിന്നും പിഴുതു കളയുന്ന കുടുംബങ്ങൾ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ അനുഗ്രഹക്കുറവ് ജീവിക്കുന്ന മക്കളുടെ മേലുണ്ട്. അങ്ങനെയുള്ള വീടാണോ നമ്മുടെ വീട്? ഒരു കശാപ്പ് കട പോലെ ഗർഭപാത്രത്തെ കൊലകളമാക്കുന്ന ഒരു വീടാണോ? ആ വീട്ടിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരുപാട് അഭാവമുണ്ട്. ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് കൃപ നഷ്ടപ്പെടുന്നു, അനുഗ്രഹം നഷ്ടപ്പെടുന്നു. ചില വീടുകളുണ്ട് പൈസ ദൂർത്തടിക്കുന്ന വീട്. ജീവിതത്തിൻ്റെ ഭാഗമായി ദൂർത്തിനെ മാറ്റിയ കുടുംബങ്ങൾ. ഇഷ്ടം പോലെ പണം ദൂർത്തടിച്ച് കളയുന്ന കുടുംബങ്ങൾ. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, മേക്കപ്പ് സാധനങ്ങൾ, ഏത് സോപ്പിൻ്റെ പരസ്യം കണ്ടാലും അത് മേടിക്കുക, ഏത് ക്രീമിൻ്റെ പരസ്യം കണ്ടാലും അത് മേടിക്കുക, ഏത് വസ്ത്രത്തിൻ്റെ മോഡൽ കണ്ടാലും അത് മേടിക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഉപയോഗിക്കാത്തൊരു വസ്തു വീട്ടിലുണ്ടെങ്കിൽ അത് എൻ്റേതല്ല, അവരെൻ്റേതാണ്. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. ദൂർത്തടിക്കുന്ന കുടുംബങ്ങൾ. അനുഗ്രഹക്കുറവ് അവിടെയുമുണ്ട്. ചില കുടുംബങ്ങളുണ്ട് എപ്പോഴും ലോകമാധ്യമങ്ങൾക്ക് ഊന്നൽ കൊടുക്കുക, ആധ്യാത്മികയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. സിനിമ, മാസികകൾ, TV ചാനലുകൾ, ഇതിനെല്ലാം നല്ല ശ്രദ്ധ കൊടുക്കും. അതേസമയം കൊന്ത, ബൈബിൾ വായന, പ്രാർത്ഥന, ക്രിസ്തീയ പ്രഭാഷണങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങൾ അത് പങ്കിടുന്നതിനോടൊക്കെ ഒരു ശ്രദ്ധക്കുറവ്. അപ്പം അങ്ങനെയുള്ള കുടുംബമുണ്ട്. അപ്പം ഒരു സിനിമാ തിയേറ്റർ പോലെ കടന്നു പോകുന്ന ചില കുടുംബങ്ങൾ. അനുഗ്രഹമില്ലാത്ത കുടുംബത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുക. ചില കുടുംബങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരവസ്ഥ, ഒന്നും സംസാരിക്കാതിരിക്കുന്ന കുടുംബങ്ങൾ. പുറത്തിറങ്ങിയാൽ തോന്നുന്നത് ഗബ്രിയേൽ മാലാഖയും ഇളയ പെങ്ങളുമാണ്. പെരയ്ക്കകത്ത് കയറി ചെല്ലുമ്പോഴാണ് ഇതാണ് ലൂസിഫറും ബെർസബൂലിൻ്റെ മൂത്തപുത്രിയും. സംസാരിക്കാത്ത കുടുംബങ്ങൾ. വർത്തമാനം പറച്ചില്ലെങ്കിൽ കുടുംബം എന്തോ ഒരു നരകമാണ്. സംസാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലെങ്കിൽ കുടുംബം നരകമായിട്ട് മാറുന്നു. കൂട്ടുകാരന്മാരെ ചായക്കടയിൽ വെച്ച് കാണുമ്പോൾ ഭർത്താവിന് ഇഷ്ടം പോലെ സംസാര വിഷയം. കൂട്ടുകാരികളെ പള്ളിയിൽ വെച്ച് കാണുമ്പോൾ ഭാര്യയ്ക്കും ഇഷ്ടം പോലെ സംസാര വിഷയം. പക്ഷേ ഒരുമിച്ചിരിക്കുമ്പം വർത്തമാനം പറച്ചിലില്ല. മിസ്റ്റർ സക്കറിയ
മിസ്സിസ് എലിസബത്ത് നിത്യമൗനം, കുത്തിയിരിപ്പ്. വർത്തമാനമില്ല, സംസാരിക്കാത്ത കുടുംബങ്ങൾ. അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ കുടുംബത്തെ നമ്മൾ വിളിക്കും, ചിലപ്പോഴൊക്കെ വിളിക്കും, ഇത് സിമിത്തേരി പോലെയാണ്. സിമിത്തേരിയിൽ വർത്തമാനം പറച്ചില്ലല്ലോ. അച്ഛനെ വിളി ധ്യാനചിന്ത പങ്കുവെക്കുമ്പോഴും ചില ദമ്പതിമാർ ഇത് ശ്രവിക്കുന്നതും ഇത് കാണുന്നതും സിമിത്തേരിയിൽ ഇരുന്നാണ്. ഇത് കഴിഞ്ഞ് കിടക്കാൻ പോകുന്നത് മോർച്ചറിയിലേക്കാണ്. കിടന്നുറങ്ങുന്നത് ശവപ്പെട്ടിയുടെ അകത്ത് കിടന്നാണ്. സംസാരിക്കാത്ത കുടുംബം. ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് മുട്ടിയൊരുമി അടുത്തിരുന്ന് വർത്തമാനം പറയണം, എന്നിട്ടേ കിടക്കാൻ പോകാവൂ. ഒരു സ്ത്രീ പറഞ്ഞാൽ 15 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് കെട്ടിയവൻ മിണ്ടിയാൽ മതി. ഇയാളൊന്നും സന്ധ്യയാകുമ്പോൾ 3 അടിയുടെ കാര്യം മാത്രം പറയും. 1 കുരിശ് വരയ്ക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ. വേറെ വർത്തമാനം പറച്ചിലില്ല. അങ്ങനെയുള്ള കുടുംബമാണോ നമ്മുടെ കുടുംബം? സംസാരിക്കുന്ന ഒരു കുടുംബം, സ്നേഹത്തോടെ സംസാരിച്ചിടപെടുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ മാറ്റാൻ നമുക്കൊക്കെ കഴിയണം. അങ്ങനെ മാറുന്ന കുടുംബത്തിലാണ് ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് കടന്നു വരിക. ഇപ്പോൾ സംസാരക്കുറവുള്ള കുടുംബമാണോ? ഇപ്പം ലഹരി വിളമ്പുന്ന കുടുംബമാകാം, ഗർഭഛിദ്രം നടത്തുന്ന കുടുംബമാകാം, അലങ്കാര വസ്തുക്കൾക്ക് ഊന്നൽ കൊടുക്കുന്ന കുടുംബമാകാം, എപ്പോഴും സോഷ്യൽ മീഡിയയ്ക്കും ഈ ചാനലുകൾക്ക് ഊന്നൽ കൊടുക്കുന്ന കുടുംബമാകാം, ഒപ്പം സിമിത്തേരി പോലുള്ള കുടുംബമാകാം. ഇങ്ങനെയുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റി പുതിയ മോഡലിലേക്ക് മാറണം. വേറെ ചില കുടുംബങ്ങളുണ്ട്, എപ്പോഴും നരകം പോലെയാണ്. ഭയങ്കര അരിശവും വഴക്കും ബഹളവും. ഭർത്താവിന് ക്ഷിപ്രകോപം, ഭാര്യയാണേലോ തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് പറഞ്ഞ് എടുത്തു ചാടുന്ന ഭാര്യ. മുൻകോപമുള്ള ഭാര്യാഭർത്താക്കന്മാരാണോ ആ വീടിനെ വിളിക്കും വീട് നരകം. ഏതെല്ലാം അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒത്തിരിയില്ലേ? നിങ്ങൾ തന്നെ ഓർത്താൽ മതി. പെട്ടെന്ന് അരിശപ്പെടുന്ന കെട്ടിയവൻ, അരിശപ്പെടുന്ന ഭാര്യ, അരിശപ്പെടുന്ന മക്കൾ, വീട് ഒരു നരകത്തിൻ്റെ അന്തരീക്ഷമായിട്ട് കുടുംബം മാറുന്നു. ഒരു ഭർത്താവ് ഭാര്യയെ എന്നും വിളിക്കും പിശാചേ പിശാചേ. 25 വർഷങ്ങൾ കഴിഞ്ഞു. ഭാര്യയ്ക്ക് പിശാചെന്ന് കേൾക്കുമ്പം കെട്ടിയവനെ നോക്കും, മക്കൾ അമ്മയെ നോക്കും. അയൽവകത്തെ കുഞ്ഞിൻ്റെ മാമോദീസ തലതൊട്ടപ്പനും തലതൊട്ടമ്മയായിട്ട് ഈ അപ്പനും അമ്മയാണ് വന്നത്. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ ചോദിച്ചു, പിശാചിനെ അതിനെല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണ്. ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല, മസിൽ പിടിച്ചതുപോലെ കടിച്ചു പിടിച്ചു നിന്നു. അച്ഛൻ ചോദിച്ചു, ചെവി കേട്ടില്ലേ? പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാളൊന്നും മിണ്ടുന്നില്ല. അച്ഛൻ പറയും, ഇതുങ്ങളെ മാറ്റിയിട്ട് ചെവി കേൾക്കാൻ കൊള്ളാവുന്ന വല്ലവരെയും കൊണ്ടുപോവുക. അവസാനമായിട്ട് ചോദിക്കുന്നു, പിശാചിനെ അതിനെല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഉടനെ കെട്ടിയവൻ പറയാച്ചാ 25 വർഷമായില്ലേ സ്വീകരിച്ചിട്ട്, എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? വിളിച്ചു പഠിച്ചു പോയ പദപ്രയോഗങ്ങൾ ചില വീടുകൾ. അപ്പം അങ്ങനെയുള്ള വീടാണോ എൻ്റെ വീട്? വീട് ഒരു നരകമായിട്ടുള്ള വീടാണോ? വീണ്ടും ചില വീടുകളിൽ ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല, ആർക്കും ആരോടും മിണ്ടാനും സമയമില്ല, കേൾക്കാനും സമയമില്ല. അങ്ങനെയുള്ള വീടുകളെ നമ്മൾ കണ്ടെത്തും. ഒന്നിനും സമയമില്ല, ആർക്കും സമയമില്ല, യാതൊന്നിനും സമയമില്ലാത്ത വീട്. അങ്ങനെയുള്ളൊരു വീടാണോ നമ്മുടെ വീട്? ആ വീടിനെയാണ് വിളിക്കുക ഒരു അനാഥശാല പോലുള്ള വീട്. വളരെ പ്രായമായ അപ്പനും അമ്മയും മുറിക്കകത്തുണ്ട്. ഭക്ഷണം പട്ടിക്ക് കൊടുക്കുന്നതിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന മരുമകൾ, ജോലിക്കാർ. ആ അപ്പനും അമ്മയ്ക്കും വീട് അനാഥശാലയല്ലേ? ഒരിക്കൽ പോലും ഭർത്താവിന് മുമ്പിലിരുന്ന് ഭർത്താവിനെ കേൾക്കാൻ ഭാര്യയ്ക്ക് മനസ്സില്ലെങ്കിൽ ആ ഭർത്താവിന് വീട് ഒരു ഓർഫനേജാണ്. ഭാര്യ എന്തേലും പറയുമ്പോൾ 100 കൂട്ടം ബിസി എന്ന് പറഞ്ഞ് മാസികയും വായിച്ചിരിക്കുന്ന ഭർത്താവാണോ? അവർക്ക് ആ വീട് അനാഥശാലയാണ്, അനാഥശാലയാണ്. കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് വർത്തമാനം അപ്പനോടും അമ്മയോടും പറയണം. 2 പേർക്കും കേൾക്കാനും സമയമില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കോ? വീട് അനാഥശാലയാണ്. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ സംസാരം വേണം, ഇടപെടൽ വേണം, ബന്ധങ്ങൾ വേണം. അതിനുള്ള ഉറച്ച തീരുമാനം ഭർത്താവ് എടുക്കണം, ഭാര്യ എടുക്കണം, കുടുംബത്തിൽ മൊത്തം ഉണ്ടാകണം. ഇല്ലാത്ത വീടുകളിൽ ഒരു സന്തോഷത്തിൻ്റെ അഭാവം, ഒരു കൃപയുടെ അഭാവം മണത്തറിയാൻ നമുക്കൊക്കെ പറ്റും. വേറെ ചില വീടുകളുണ്ട്, ചന്തഭാഷകൾ സംസാരിക്കുന്നു. അരിശം വന്ന ഭാര്യയെ ചീത്ത വിളിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ ചീത്ത വിളിക്കുന്ന ഭാര്യ, കുഞ്ഞുങ്ങളെ ചീത്ത വിളിക്കുന്ന മാതാപിതാക്കൾ. അരിശം വന്നോ വളരെ മോശമായ പദങ്ങൾ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദമ്പതികളുണ്ട്. ആ കുടുംബത്തിൽ മക്കളത് കണ്ടുപഠിക്കും, കേട്ടുപഠിക്കും. ആ കുടുംബത്തിൽ അനുഗ്രഹം കുറവാണ്.
അപ്പൻ്റെയും അമ്മയുടെയും സംസാരവും പെരുമാറ്റവും ഒക്കെ മക്കൾ കണ്ടുപഠിക്കുന്ന കാലം. അതാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് എപ്പോഴും നമ്മൾ ഓർക്കുക. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. നല്ലത് പറയേണ്ടവർ ചീത്ത പറയുന്ന, തിന്മ പറയുന്ന ലോകത്തിന് നടുവിലാണ് നമ്മൾ ജീവിക്കുക. നല്ലത് പറയേണ്ടവർ ചീത്ത വാക്കും തിന്മയുടെ വാക്കും പറയുന്ന ലോകത്തിലല്ലേ നമ്മളിന്ന് ജീവിക്കുക. അവിടെയാണ് നല്ലത് പറയാൻ പഠിക്കുക. അത് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കണം, വീട്ടുകാരും കേട്ടു പഠിക്കണം. വേറെ ചില കുടുംബങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത് തെറ്റായ കുടുംബങ്ങളായിട്ടാണ് കാണുക. പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ തെറ്റായ കുടുംബങ്ങളെ സ്നേഹവും സന്തോഷവും സമാധാനവുമുള്ള ഒരു നല്ല പുതിയ കുടുംബമായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ മാറണം. വീട് ഒരു സർവകലാശാലയായിട്ട് മാറ്റണം. അവിടുത്തെ അധ്യാപകർ അപ്പനും അമ്മയുമാണ്. വിദ്യാർത്ഥികളാണ് ശിഷ്യസമ്പത്ത്. അപ്പൻ്റെയും അമ്മയുടെയും പെരുമാറ്റം കണ്ടു വേണം മക്കൾ പഠിക്കാൻ. അപ്പനും അമ്മയും നല്ലത് പറയുമ്പോൾ കുഞ്ഞുങ്ങളും നല്ലത് പറയും. അപ്പനും അമ്മയും നല്ലത് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളും നല്ലത് സംസാരിക്കും. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, നല്ലത് പറയേണ്ടവർക്ക് അത് പറയാൻ അറിയത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. പറഞ്ഞു കൊടുക്കേണ്ടവർക്ക് അറിയത്തില്ലെന്ന് വരികയും പിന്നെ എങ്ങനെ ലോകം നന്നാവും? +1 പഠിക്കുന്ന കുട്ടി ടീച്ചറിനോട് ചോദിക്കുകയാണ്, ടീച്ചറെ നട്ടൂർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ടീച്ചർ പറഞ്ഞു, സ്പെല്ലിങ് പറഞ്ഞ്. NATURE, നട്ടൂർ. ടീച്ചർ പറഞ്ഞു, പൊട്ട, നേച്ചറല്ലേ, നട്ടൂറാണ്. ക്ലാസ്സിലെ 40 കുട്ടികൾ പൊട്ടിച്ചിരിച്ചു. ടീച്ചറിന് തോന്നി ഇവൻ ഓവർ സ്മാർട്ട് ആകാൻ, ഷൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഇവനെ ഒരു ദിവസം ഡെസ്കിൻ്റെ മുകളിൽ കയറ്റി നിർത്താൻ ടീച്ചർ തീരുമാനിച്ചു. അല്പം കൂടെ സീനിയറായ ഒരു സാറിനോട് ചോദിച്ചു ടീച്ചർ, ഇവൻ നട്ടൂർ എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ ചിരിച്ചു. ഇവൻ ഓവർ സ്മാർട്ട് ആയതാ, ഇവനെ ഒരു ദിവസം ഡെസ്കേ കയറ്റി നിർത്തട്ടെ. ഉടനെ സാറ് പറഞ്ഞു, വേണ്ട, അവൻ കൊച്ചുകുട്ടിയല്ലേ, അവൻ മട്ടൂർ ആകുമ്പം നന്നായിട്ട് പറഞ്ഞോളും. ഇതായിരുന്നു സാറിൻ്റെ വാക്ക്. അവസാനം പ്രിൻസിപ്പാളോട് ചോദിച്ചു, ഒരു പീരീഡെങ്കിലും അവനെ നിർത്തിക്കോട്ടെ ഡെസ്കയിൽ. പ്രിൻസിപ്പാളിൻ്റെ മറുപടി, കൊച്ചുകുട്ടിയല്ലേ, പിള്ളേർ ചിരിക്കും, അവൻ ആന്തരിക മുറിവുണ്ടാകും, അതവൻ്റെ ഫുട്ടൂറിനെ ബാധിക്കും. ഇതായിരുന്നു പ്രിൻസിപ്പാളിൻ്റെ വാക്ക്. ആരേക്കാൾ മെച്ചമെന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് പഠിക്കണം. വീട് ഒരു വിദ്യാലയമാണ്. വീട് ഒരു സർവകലാശാലയാണ്. എന്നും സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന അപ്പനെയും അമ്മയും കാണുമ്പോൾ കുഞ്ഞുങ്ങളും അതുപോലെ പ്രാർത്ഥിക്കും. എന്നും ബൈബിൾ വായിക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ മക്കളും അങ്ങനെ ബൈബിൾ വായിച്ചു തുടങ്ങും. കുർബാനയ്ക്ക് പോകുന്ന അപ്പനെയും അമ്മയും കാണുമ്പോൾ കുഞ്ഞുങ്ങളും അങ്ങനെ കുർബാനയ്ക്ക് പോകും. പാവങ്ങളെ സഹായിക്കുന്ന അപ്പനമ്മമാരാണോ മക്കളും അങ്ങനെ സഹായിച്ചു തുടങ്ങും. അപ്പം പടിപടിയായി വരുന്ന ഒരു മാറ്റം, ഒരു വളർച്ച കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ കാണും. വീട് ഒരു സർവകലാശാല, ഒരു വിദ്യാലയം, അത്രയെങ്കിലും നമ്മളെത്തണം. അവസാനത്തെ ഒരു സ്റ്റേജുണ്ട്, വീട് ഒരു ദേവാലയം. നമ്മുടെ വീട് ഒരു ദേവാലയം ആയിട്ട് മാറണം. നസസിലെ തിരുക്കുടുംബം പോലെ എല്ലാ അസ്വസ്ഥതകളും നൊമ്പരങ്ങളും കുറവുകളും മുറിവുകളുമുള്ള ഒരു വീടായിരുന്നു നസസിലെ തിരുക്കുടുംബം. പക്ഷേ ആ വീട് ഒരു ദേവാലയമായിട്ട് മാറി. നീതിമാനായ യൗസേപ്പ്, വചനത്തെ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മ, ജ്ഞാനത്തിൽ പ്രായത്തിൽ വിശുദ്ധിയിൽ വളർന്ന മോൻ, ആ വീട് ഒരു ദേവാലയമായിട്ട് മാറി. നമ്മുടെ വീട് ദേവാലയമാകണോ? നീതിമാനായ ഒരപ്പനുണ്ടാകണം. പ്രായമുള്ള അപ്പനും അമ്മയ്ക്കും അറിയിക്കുന്നത് അവർക്ക് കൊടുക്കുന്നു. ഭാര്യയ്ക്കുള്ളത് അവൾക്ക്, മക്കൾക്കുള്ളത് മക്കൾക്ക്. അതാണ് നീതി. ആരോടും പരാതിയും പരിഭവവും പറയാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നൊരമ്മ, അതാണ് മറിയത്തിൻ്റെ റോൾ മോഡൽ. ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും നടന്ന യേശു, ജീവിതത്തിൽ ഈ നന്മകൾ നമ്മളിലുണ്ടാകണം. പെരയ്ക്കകത്ത് കലഹമോ അസ്വസ്ഥതയോ ബഹളമോ അല്ല. ഭക്തിഗാനങ്ങൾ ഉയരണം, ഭക്തി പ്രഭാഷണങ്ങൾ ഉയരണം, ക്രൈസ്തവ മാസികകൾ കുടുംബത്തിലുണ്ടാകണം. നല്ല ചിന്തകളെ വളർത്തുന്നതെല്ലാം കുടുംബത്തിൽ സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിക്കുമ്പോൾ വീട് ഒരു ദേവാലയമായിട്ട് മാറും. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി നമ്മളിലേക്ക് ഭക്ഷിക്കുക. ഇവിടെയാണ് പൗലോസ്ലീഹ പറയുന്നൊരു വാക്ക്, പരസ്പരം ഓർക്കണം കുടുംബ ജീവിതത്തിൽ. ദമ്പതികൾ പാലിക്കേണ്ട ഒരു മാനദണ്ഡമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പൗലോസ്ലീഹ
അക്കമിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ദമ്പതികൾ പരസ്പരം വളർത്താൻ ശ്രമിക്കണം, ഒരിക്കലും തളർത്തരുത്. ഭാര്യ ഒരു നല്ല കറി വെച്ചാൽ നല്ല വാക്ക് പറഞ്ഞ് അവളെ വളർത്തണം. മുറ്റവും പരിക്കവും പരിസരവും വൃത്തിയായിട്ട് കിടന്നാൽ ആ വൃത്തിയുടെ പേരിൽ അവളെ പ്രശംസിക്കണം. ഭർത്താവ് ഒരു ഡ്രസ്സ് മേടിച്ച് തന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഭർത്താവിനോട് പറയണം നല്ല വാക്ക്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭർത്താവ് എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അഭിനന്ദനത്തോടെ ഭാര്യ സ്വീകരിക്കണം. ഭർത്താവിന് ജോലി സ്ഥലത്തൊരു പ്രമോഷൻ കിട്ടുമ്പോൾ ഏറ്റവും ആനന്ദിക്കേണ്ടത് ഭാര്യയാണ്. ഭാര്യയ്ക്കൊരു പ്രമോഷൻ കിട്ടുമ്പോൾ ആനന്ദിക്കേണ്ടത് ഭർത്താവാണ്. ഒരുമിച്ച് വന്നവരാണോ, ഒന്നിച്ച് ദൈവം ചേർത്തതാണോ, പരസ്പരം വളർത്തണം. വളർത്തുന്നതിൽ പരസ്പരം മത്സരിക്കണം. ആ മത്സരബുദ്ധി വേണം. 2, പല കാര്യങ്ങളും മറക്കണം. സ്ത്രീ അവിടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അവിടെ വീട്ടന്തരീക്ഷത്തെയും മറക്കണം. എങ്കിലേ ഭർത്താവിന് കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ഒരു പുരുഷനും അവൻ ഒരു പെണ്ണ് കെട്ടുന്ന കാലം വരെ ഉണ്ടായിരുന്ന പല ഇഷ്ടങ്ങളെയും മറക്കണം, പല സ്വഭാവങ്ങളെയും മറക്കണം, പല താല്പര്യങ്ങളെയും മറക്കണം. മറന്നിട്ട് സ്വന്തം ഭാര്യയുടെ ഇഷ്ടത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. അവൾ ഭർത്താവിൻ്റെ താല്പര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ഒരു സമർപ്പണമായിട്ട് തന്നെ രണ്ടുപേരും ശ്രദ്ധിക്കണം. ഇതാണ് പരസ്പരം വളർത്തുന്ന ജീവിതങ്ങൾ. അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടങ്ങൾ മറക്കുന്ന ജീവിതങ്ങൾ. ഇഷ്ടങ്ങളെ മറക്കുന്നു. വീണ്ടും മരിക്കാൻ തയ്യാറാവണം. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മരിക്കണം, ഭാര്യ ഭർത്താവിന് വേണ്ടി മരിക്കണം. അതിലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് മരിക്കാനുള്ള മനസ്സ്. സിഖ് ഭീകരന്മാർ പഞ്ചാബിൽ ആഞ്ഞടിച്ചിരുന്ന കാലഘട്ടത്തിൽ ജലന്ധറിൽ നിന്നും പുറപ്പെട്ട ഒരു ബസ് ഭീകരന്മാർ കൈ കാണിച്ച് നിർത്തി. അകത്ത് കയറി വെടിവെക്കുകയാണ്. അങ്ങനെ വെടിവെക്കുന്ന സമയത്തുകൊണ്ട് ഒരു ഭർത്താവിൻ്റെ പുറത്തേക്ക് ഭാര്യ അങ്ങ് വീണിട്ട് അവൻ കീഴെയായി, അവൾ മുകളിലായി. വെടിനാദങ്ങളുണ്ട്, രക്തം ദേഹത്ത് ചീറ്റി വീഴുന്നു. ഭീകരന്മാർ ഓടി മറിഞ്ഞ അവസരത്തിൽ കുറേ കഴിഞ്ഞ് ഈ മനുഷ്യന് സാവധാനം ബോധം വീഴുമ്പോൾ പുറത്തൊരു തണുത്ത ശവം മറിച്ചിടുമ്പോൾ സ്വന്തം ഭാര്യ. വെടിയുണ്ടേറ്റ് സ്വന്തം ശരീരം ചെതറുമ്പോഴും ഭർത്താവിനെ കാത്ത ഭാര്യ. ഇതാണ് ഭർത്താവിന് വേണ്ടി മരിക്കുന്ന ഭാര്യ. ഭാര്യയ്ക്ക് വേണ്ടി മരിക്കുന്ന ഭർത്താവ്. അവനുണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, അവനുടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം, അവനൊന്നുമില്ലെങ്കിലും അത് ഭാര്യയ്ക്കും മക്കൾക്കും അത് കൊടുക്കണം. ഇതാണ് പരസ്പരം മരിക്കുന്ന ജീവിതം. അപ്പോൾ 1, പരസ്പരം വളർത്തുക. 2, പരസ്പരം നമ്മുടെ ജീവിതത്തിൽ സ്വയം മറക്കുക. 3, മരിക്കുക. 4, പുനർജനിക്കുക. വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് ഭാര്യ പുനർജനിക്കണം, ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് ഭർത്താവ് പുനർജനിക്കണം. അതാണ് ഒരു പുതുജീവിതം എന്ന് പറയുക. 5, സ്നേഹിക്കണം. സ്നേഹിക്കാൻ രണ്ടുപേരും പരസ്പരം മത്സരിക്കണം. ഭർത്താവിനെ സ്നേഹിച്ച് ഭാര്യ അവൻ്റെ ജീവിതത്തിൽ ആനന്ദമായി മാറണം. ഭാര്യയെ സ്നേഹിച്ച് ഭർത്താവ് അവളുടെ ജീവിതത്തിൽ ആനന്ദമായി മാറണം. അപ്പം അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കൽപ്പനയായി, സ്നേഹത്തിൻ്റെ പ്രമാണമായി ജീവിക്കുക. കുടുംബത്തെക്കുറിച്ച് കേട്ട ചിന്തകൾ ഹൃദയത്തിൽ ആഴമായിട്ട് സൂക്ഷിക്കുക. ഹൃദയബന്ധങ്ങളിൽ വളരുക, കുടുംബ ബന്ധങ്ങളിൽ വളരുക. മക്കൾക്ക് നല്ല മാതാപിതാക്കളായി, സഭയ്ക്ക് സാന്ത്വനമായി, സഭയ്ക്ക് അഭിമാനമായി, സമൂഹത്തിൽ മുതൽക്കൂട്ടായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. ആ കൃപയിൽ ജീവിക്കുവാനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും സ്ഥാപിച്ചനുഗ്രഹിച്ച നല്ലവനായ ദൈവമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബജീവിതത്തെ ആശീർവദിക്കണമേ. സമൂഹത്തിൻ്റെ മൂലക്കല്ലായ കുടുംബം, എന്നെ ഏൽപ്പിച്ച കുടുംബം, വിശ്വസ്തതയിൽ ജീവിച്ച് കുടുംബാംഗങ്ങളെ നന്മയിൽ വളർത്തി ആരെയും തകർന്നു പോകാത്തവരായി കാത്തു സൂക്ഷിച്ച് തമ്പുരാനെ തിരിച്ചു സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കുടുംബങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, തിരുക്കുടുംബത്തിൽ ജീവിച്ച കർത്താവെ, എൻ്റെ വീടിനെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.